ബൈക്ക് തടഞ്ഞ എക്സൈസ് ഉദ്യോഗസ്ഥനെ ഇടിച്ച് തെറിപ്പിച്ച ശേഷം രക്ഷപ്പെട്ട ലഹരി കേസിലെ പ്രതിയെ പോലീസ് പിടികൂടിയ അനുഭവം വയനാട്ടിൽ നിന്നാണ്. ഇന്നലെ രാത്രി ബാവലി ചെക്ക് പോസ്റ്റിലാണ് വാഹന പരിശോധനയ്ക്കിടെ ഈ സംഭവം ഉണ്ടായത്. നേരത്തെ ലഹരി കേസിൽ പ്രതിയായ 5 മൈൽ സ്വദേശി ഹൈദറാണ് പോലീസിന്റെ പിടിയിലായത്. ഉദ്യോഗസ്ഥരുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന വിധത്തിലാണ് ലഹരി മാഫിയയുടെ ഇടപെടൽ. ഇത്തരമൊരു സംഭവം ഉണ്ടായത് കർണാടക വയനാട് അതിർത്തിയായ ബാവലി. ഇന്നലെ രാത്രി 8:30 ബാവലി ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തുകയായിരുന്നു എക്സൈസ് സംഘം. ബൈക്കിൽ വന്നിരുന്ന ഹൈദറിനെ പരിശോധനയ്ക്കായി തടഞ്ഞു. മുന്നിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ജയ്മോനെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് ബൈക്ക് മുന്നോട്ട് പോയി. ഗുരുതരമായി പരിക്കേറ്റ ജയ്മോനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പല്ലുകൾ നഷ്ടമായി. താടിയലിനും ഗുരുതരമായി പരിക്കുണ്ട്. 5 മൈൽ ഭാഗത്തുള്ള ഹൈദർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇയാൾക്ക് മുൻപും നമ്മളെ എക്സൈസ് ഓഫീസുമായി ബന്ധപ്പെട്ട് നിരവധി NDPS കേസുകൾ നിലവിലുള്ള വ്യക്തിയാണ്. ഇത്തരം ബാവലി കേന്ദ്രീകരിച്ച് വൻ കഞ്ചാവും അതുപോലെ തന്നെ മദ്യവും കേരളത്തിലേക്ക് ഒഴുകുന്ന മെയിൻ കേന്ദ്രമാണ് കർണാടകയിലുള്ള വൈരപ്പ. അവിടെ നിന്നാണ് ഇവരെ ഈ സാധനം എടുത്തു വരുന്നത്. അതിന്റെ ഭാഗമായാണ് നമ്മൾ പരിശോധന നടത്തിയത്. ഹൈദറിനെ പിന്നീട് പോലീസ് പിടികൂടി. മാനന്തവാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇയാൾ ചികിത്സ തേടി എത്തുന്നതിനിടെയാണ് പിടിയിലായത്. പരിക്കുള്ളതിനാൽ ഇയാളെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മറ്റൊരു യാത്രികൻ കൂടി ഉണ്ടായിരുന്നു. ഇരുവർക്കും ലഹരി കടത്തുമായി ബന്ധമുണ്ട് എന്നാണ് എക്സൈസും പോലീസും കരുതുന്നത്. ഹൈദർ നേരത്തെ ലഹരി കടത്തിന് പിടിയിലായ ആളാണ്. കർണാടകയിൽ നിന്നും അതിർത്തി കടന്നെത്തുന്ന ലഹരി വസ്തുക്കളെ പ്രതിരോധിക്കാൻ പോലീസും എക്സൈസും സദാ ജാഗരൂകരാണ്. നിരവധി കേസുകളാണ് ഇതിനകം തന്നെ പിടികൂടിയിട്ടുള്ളത്. ബാവലിയിൽ മാത്രമല്ല, മുത്തങ്ങയിലും മറ്റ് ചെക്ക് പോസ്റ്റുകളിലും കർക്കശ പരിശോധന തുടരുകയാണ്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ.